സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാകും ഒരു ജലവർഷത്തിന്റെ ആദ്യമേ തന്നെ ഡാമുകൾ ഇത്ര നിറയുന്നത്. ജൂണിൽ മഴ തുടർച്ചയായി പെയ്താൽ 2018 പ്രളയത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് എത്തും. ജലവർഷം നാളെയാണ് അവസാനിക്കുന്നത്. പുതിയ ജലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ ആവശ്യമായ കരുതൽ ശേഖരത്തിന്റെ 3 വെള്ളമാണ് റിസർവോയറുകളിൽ ഇപ്പോഴുള്ളത്. അതായത് 1542.46 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം. മഴ ഇതുപോലെ 3 ദിവസം കൂടി തുടർന്നാൽ 500 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള കരുതൽ വെള്ളം ഉണ്ടാകേണ്ടയിടത്ത് ഏകദേശം 2000 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ജൂൺ 1 ഡാമുകളിലുണ്ടാവും. അതേസമയം വൈദ്യുതി ഉൽപ്പാദനം കുറയുകയും ഡാമുകളിലേക്കുള്ള ഒഴുക്ക് കൂടുകയും ചെയ്തതോടെ ചെറുകിട ഡാമുകൾ തുറന്നുവിട്ടു തുടങ്ങിയിട്ടുണ്ട്. ജൂൺ 1 മുതൽ മെയ് 31 വരെയാണ് KSEB ജലവർഷമായി കണക്കാക്കുന്നത്. കാലവർഷം വൈകാനുള്ള സാധ്യത കണക്കിലെടുത്ത് മെയ് 31 വരെ 500 തൊട്ട് 600 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം കരുതൽ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ വേനലിൽ പ്രതീക്ഷിച്ചത്ര വൈദ്യുതി ഉപയോഗം ഇല്ലാതെ വരികയും കാലവർഷം നേരത്തെ എത്തുകയും ചെയ്തതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഡാമുകളിൽ സംഭരണശേഷിയുടെ 37% വെള്ളമുണ്ട്. 14.5% വെള്ളം മാത്രം നിലനിർത്തേണ്ട സ്ഥാനത്താണിത്. മെയ് മാസത്തിൽ വൈദ്യുതി ആവശ്യവും ഉപഭോഗവും കുറയുന്നത് മനസ്സിലായിട്ടും അതനുസരിച്ച് ജലവൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാത്തതാണ് കാലവർഷത്തിന്റെ ആദ്യ ദിവസങ്ങൾ തന്നെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ കാരണമായിട്ടുള്ളത്. കൂടാതെ കരുതൽ ശേഖരം പരമാവധി ഉപയോഗിക്കാതെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുകയും ചെയ്തിരുന്നു. ഈ വർഷം ഏറ്റവും ഉയർന്ന ഡിമാൻഡ് പ്രതീക്ഷിച്ച മെയ് മാസത്തിൽ വൈദ്യുതി ഉപഭോഗം ആ നിലയിലേക്ക് എത്തിയിരുന്നില്ല. ഈ വർഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായത് മാർച്ച് 20-നാണ്. അത് 5347 മെഗാവാട്ട് ആയിരുന്നു.